ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനും ദൈവം നമുക്ക് നൽകി തരുന്ന അവസരങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പെന്തക്കോസിന്റെ 4ാം തലമുറക്കാരനാണ്. പക്ഷെ പെന്തക്കോസിന്റെ 4ാം തലമുറയാണെന്ന് പറഞ്ഞ് യേശുവിനെ അറിയണമെന്നില്ല. യേശുവിന്റെ സ്വന്തമാണെന്ന് പറയുന്നെങ്കിൽ മാത്രമേ, ഹലോ, ഈ യേശുവിന്റെ സ്വന്തമാണെന്ന് പറയാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എനിക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പം, when I was 7 years of age, I had stammering. എനിക്ക് വിക്കുണ്ടായിരുന്നു. 2 വാക്ക് കൂട്ടി സംസാരിക്കാൻ എനിക്ക് പാടായിരുന്നു. മമ്മി എന്ന് വിളിക്കുമ്പോൾ മമ്മി എന്ന് വിളിച്ച ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കുമായിരുന്നു. 7 വയസ്സ് പ്രായം, ഒരു കൊച്ചു പയ്യൻ്റെ പ്രായം. എന്ത് പ്രായമുണ്ടല്ലേ? സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ നടുക്ക് നിന്ന് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അവർ സംസാരം കഴിഞ്ഞ് അവർ പോകും. കാരണം ഞാനൊന്ന് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ഭയങ്കര വേദനയുണ്ടായി, ഭയങ്കര ഭാരമുണ്ടായി. വീട്ടിൽ വന്ന് മുറിക്കകത്ത് കിടന്നുറങ്ങും. മുറിക്കകത്ത് കയറുമ്പോൾ കരയും. കാരണം വിക്കൻ അജ്വിൻ, സംസാരിക്കാൻ അറിയത്തില്ല, 2 വാക്ക് കൂട്ടി സംസാരിക്കാൻ അറിയത്തില്ല. അന്ന് രാത്രിയിൽ ഭയങ്കര വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആ രാത്രിയിൽ എൻ്റെ മനസ്സിനകത്തേക്ക് ഒരു വാചകം കയറി വന്നു, ജിബിനെ, നീ യേശുപ്പച്ചനോട് ചോദിച്ചാൽ മതി, യേശുപ്പച്ചൻ നിനക്ക് തരും. ആര് പറയുന്ന വാചകമാണെന്നറിയാമോ? എൻ്റെ മമ്മി എന്നോട് എപ്പോഴും പറയുന്നൊരു വാചകമാണ്. പൗരുഷന്റെ വേദിയിൽ നിരവധി തവണ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൗരുഷൻ മാത്രമല്ല, ഇവിടെ കേൾക്കുന്ന അനേകര് ഇന്ന് രാത്രികാലം ജീവനുള്ള യേശുവിനെ കുറിച്ച് കേൾക്കുക. എവിടേക്കോ പ്രവർത്തിച്ചൊരു ദൈവത്തെ, ബൈബിളിൽ കണ്ട ഒരു യേശുവിനെ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച യേശുവിനെ കൂടെ ഞങ്ങൾ ഇന്ന് രാത്രിയിലൂടെ ഉയർത്തുന്നത്. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയം. ജീവനെ യേശുപ്പച്ചനോട് ചോദിച്ചാൽ മതി, യേശുപ്പച്ചൻ തരും. എന്ത് ചോദിച്ചാലും എൻ്റെ മമ്മി എന്നോട് പറയുന്ന വാചകമാണ്. ഒരു ക്രിക്കറ്റ് ബാറ്റ് ചോദിച്ചപ്പോൾ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജിബിനെ, യേശുപ്പച്ചനോട് ചോദിച്ചാൽ മതി, യേശുപ്പച്ചൻ തരും. ഷർട്ട് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞിട്ടുണ്ട്, ജിബിനെ, യേശുപ്പച്ചനോട് ചോദിച്ചാൽ മതി, യേശുപ്പച്ചൻ തരും. ഞാൻ ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ നൂലെ കെട്ടി തൂക്കി ഇറക്കി തരുമോ? അയ്യോ, കാരണം എനിക്കറിയത്തില്ല ഈ യേശുപ്പച്ചനെ. ഡാഡി മമ്മിയും ചർച്ചിൽ പോകുന്നു, ഞാനും ചർച്ചിൽ പോകുന്നു. ഡാഡി മമ്മിയും തുള്ളിച്ചാടുന്നു, ഞാനും തുള്ളിച്ചാടുന്നു. അതിനപ്പുറത്ത് ഈ ദൈവവുമായി എനിക്കൊരു ബന്ധമില്ല. ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ കർത്താവിനെ ആരാധിക്കേണ്ടത്. ഒരു ചടങ്ങിന് വേണ്ടിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. മറിച്ച് ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചവനാണെന്നുള്ള ഉറപ്പോടെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ തുള്ളുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളൊന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, ആ ദൈവം രാജാതി രാജാവായി എഴുന്നള്ളി വരുന്നുവെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് മനസ്സിലായി, ഡാഡിക്കും മമ്മിക്കും എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും, ഷാരം പറഞ്ഞതുപോലെ ആശ്വസിപ്പിക്കാൻ കഴിയും. പക്ഷെ അവർക്ക് സൗഖ്യം നൽകി തരാൻ പറ്റത്തില്ല. ഡോക്ടർമാർക്ക് എല്ലാ കാര്യത്തിനും സൗഖ്യം നൽകി തരാൻ പറ്റത്തില്ല. ബാങ്കിന് എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ നൽകി തരാൻ പറ്റത്തില്ല. വക്കീലന്മാർക്ക് എല്ലാ കാര്യത്തിനും നമ്മളെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ സകല കാര്യത്തിന് മറുപടി നൽകി തരാൻ കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവമാ. ഇതാരെങ്കിലും തകർന്ന് തളർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഭാരത്തോടെ വേദനയോടെ ഇരിക്കുന്നെങ്കിൽ ഞങ്ങൾക്കൊരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. അത് ഞങ്ങൾ ആരാധിക്കുന്ന ശ്രീ യേശു ക്രിസ്തുവാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? അല്ലേ? നമുക്കെല്ലാം എഴുന്നേറ്റ് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഈ മൺകൂടാരത്തിൽ ദിവ്യ ശക്തി പകർന്ന് ആരാധിക്കുവാൻ നമുക്ക് ബലം നൽകി തന്ന്, നമ്മുടെ കാലുകൾക്ക് ബലം നൽകി തന്ന്, നമ്മുടെ കരങ്ങൾക്ക് ബലം നൽകി തന്ന്, നമ്മുടെ ശരീരത്തിന് ബലം നൽകി തന്ന്, നമുക്ക് ശബ്ദം നൽകി തന്ന്, ഈ രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഈ സത്യദൈവത്തെ, ഏക ദൈവത്തെ, നിത്യമാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ അങ്ങനെങ്കിൽ നമുക്ക് ചേർന്ന് പാടാം. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി, നൽബലങ്ങൾ നൽകുവാൻ വൻ കൃപ ചൊല്ലിഞ്ഞു നൽകി, സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു. അതുകൊണ്ട് ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന ആ നല്ല ദൈവത്തെ കരങ്ങളെ തട്ടി ചേർന്ന് പാടി ആരാധിക്കാം. ആരും മൗനമായിരിക്കാതെ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ.
അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു നിത്യജീവന്റെ വചനം താഴ്ന്ന നിരത്തുപാകി നല്ല ഫലങ്ങൾ നൽകുവാൻ വൻരൂപ ചൊരിഞ്ഞു നൽകി സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ആമേൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഹൃദയത്തിനാഗ്രഹം നൽകി അതരത്തിൽ യാചന കേട്ടു കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾതോറും ഭാരം ചുമന്നു ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിനു സ്തുതി ജീവനുള്ള കാലം ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ തന്റെ ഏകാജാതന പുത്രനിൽ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ടു വിശ്വസിച്ചു അതരം കൊണ്ടേറ്റു ചൊല്ലുമോ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചീശനെ കൈകൾ ഉയർത്തി സ്തുതിക്കാം ആമേൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കോ കുഞ്ഞാടിനെ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ തന്റെ ഗംഭീരനാദത്താ ദൂതന്റെ കാഹളധ്വനിയാ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നണയുമോ പൊടികളിൽ ഉറങ്ങും ചില നിത്യതയ്ക്കായി ഉണരോ നാലാ കർത്താവേ വരണേ ആമേൻ നീ വേഗം ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കോ കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഓ കാണുമോ നീ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കർത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയാനിൻ വരവേറ്റമാസന്നമേ പ്രതിഫലം ലഭിക്കും നിശ്ചയമേ പ്രിയാനിൻ വരവേറ്റമാസന്നമേ പ്രതിഫലം ലഭിക്കും ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ ശ്യാമഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ ആമേൻ ആകാശലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ
ഭൂകമ്പ ശബ്ദം കേട്ടോ കേട്ടോ അവൻ സ്വർഗമാണവളെന്റെ വേദിക്കായി മധ്യാകാശം ഒരുങ്ങുകയത്രേ സ്വർഗമാണവളെന്റെ വേദിക്കായി മധ്യാകാശം ഒരുങ്ങുകയത്രേ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയാവിൻ വരവെന്റെ മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെന്റെ മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ ബുദ്ധിയുള്ള കന്യകമാ വിളക്കിലെണ്ണ നിറച്ചോ പ്രിയനെ കാത്തിരുന്നതാ ചേർന്നിടും മണവറയിൽ ഓ ബുദ്ധിയുള്ള കന്യകമാ വിളക്കിലെണ്ണ നിറച്ചോ പ്രിയനെ കാത്തിരുന്നതാ ചേർന്നിടും മണവറയിൽ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദമേ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ സന്നമേ പ്രതിഫലം ലഭിക്കുന്ന ഓ മുൻപന്മാരായ പിൻപന്മാർ പിൻപന്മാരായ മുൻപന്മാർ ഓ ഏവരും കാണുമാവില്ല കർത്താവിൻ കൊയ്ത്തുടിനത്തിൽ ഓ മുൻപന്മാരായ പിൻപന്മാർ പിൻപന്മാരായ മുൻപന്മാർ ഏവരും കാണുമാവില്ല കർത്താവിൻ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയാവിൻ വരവെന്റെ മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെന്റെ മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പാഴാക്കി കളയരുതേ നിന്നോട്ടങ്ങൾ അധ്വാനമല്ല ലോക ഇമ്പങ്ങൾ വെടിയാ കർത്താവിനായൊരുങ്ങിടാ പാഴാക്കി കളയരുതേ നിന്നോട്ടങ്ങൾ അധ്വാനമല്ല ലോക ഇമ്പങ്ങൾ വെടിയാ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയാവിൻ വരവെന്റെ മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കത്തൻ വരവിൽ അപ്രത്യാശയുള്ളവർ അവരങ്ങളൊക്കെ ശബ്ദത്തെ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ കാണുമോ നീ കത്തൻ വരവിൽ കേൾക്കുമോ കാഹള ശബ്ദത്തെ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ലഭിക്കുന്ന നിശ്ചയമേ പ്രിയാവിൻ വരവെച്ച മാസന്നവേ പ്രതിഫലം ചോദിക്കുന്നു പിതാവേ
Priya nirvana vecha Vivana vive Purava vikachere Priya nirvana vecha Masanyave പരിപാലം ലഭിക്കുന്ന വിമാനത്തെ വിമാനത്തെ പ്രിയാമിന്റെ വളരെ തമാശമായി കാലം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും വിമാന സൗദരാതെ വിമൽ പൗരാരികച്ചേരേ വിമൽ പൗരാരികച്ചേരേ കരങ്ങളെ തട്ടി വായികളെ തുറന്ന് വിമൽ പൗരാരികച്ചേ വിമാനോരികരെ വികാരിക്കച്ചേ വിനയരികരെ യെസ് ഹല്ലേലൂയ വിമൽ പൗരേ വികാമാന സൗദരേ വിമാനോരികരെ വിമാനോരികച്ചേ വികാരികരെ ഉടാരികച്ചേ വിവേരികരെ ചിക്കനകരെ വിമാനോരേ വിമാനോരികരെ വിമാനോരേ വിമാനോരേ Viva il Padre, viva te, alleluia.